ഹലോ ആൻഡ് വെൽക്കം മൈ ബ്യൂട്ടിഫുൾ ലിസ്നസ്. ഐ ആം യുവർ ഹോസ്റ്റ് മിക്കായൽ. നമ്മൾ രണ്ട് ഇൻസിഡൻറ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒന്നാമത് വർക്കിൽ ഭയങ്കരമായിട്ട് പ്രഷർ കിട്ടിയിട്ട് കൊളാപ്സ് ആയിട്ട് മരിച്ചൊരു പെൺകുട്ടിയുടെ കഥയും, അതുപോലെ തന്നെ 3 ദിവസം ക്യൂബിക്കിൽ മരണപ്പെട്ട് കിടന്നിട്ട് 3-ാം ദിവസമാണ് കമ്പനിയിലുള്ള ആൾക്കാർ പോലും അറിയുന്നത് അവരുടെ എംപ്ലോയി മരണപ്പെട്ടിട്ടുണ്ട് അല്ലേ. അങ്ങനെ 2 ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് തുടങ്ങാനുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനടക്കം കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പം വിചാരിച്ചത് ഞാനില്ലാണ്ട് ഈ ടാസ്ക് മുന്നോട്ട് പോവില്ല, ഞാനാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ ടാസ്കും നമ്മളെക്കാളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഉണ്ടാവും. നമ്മളില്ലെങ്കിലും ആ ടാസ്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 2 കേസിലും അവർ വിചാരിച്ചത് അതായിരിക്കാം, അവരില്ലെങ്കിൽ ഇത് നടക്കില്ലെന്ന്. പക്ഷേ അവർ പോയി കഴിഞ്ഞാൽ റിസൈൻ ചെയ്ത് പോയാലും മതി, മരണപ്പെടണമെന്നില്ല, വേറൊരാൾ വന്ന് ഈസി ആയിട്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് വർക്ക് ചെയ്യേണ്ടെന്നല്ല, വർക്ക് ചെയ്യണം. നിങ്ങളുടെ വർക്ക് അവറിൽ നിങ്ങൾക്ക് എത്ര എഫേർട്ട് ഇട്ടിട്ടും ഇരിക്കാം, പക്ഷേ നമ്മുടെ വർക്ക് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ലൈഫ്. അപ്പം വർക്കും ലൈഫും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക്, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് കുറച്ച് എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്ന സാധനം വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചിട്ടായിരിക്കും. എന്താണ് വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെ വന്നു, നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ സീ യു ആൾ ഇൻ നെക്സ്റ്റ് പോഡ്കാസ്റ്റ്. ടിൽ ദെൻ ബൈ.